എനിക്ക് നത്തോലി കിട്ടിയാൽ സാധാരണ ഞാൻ തോരൻ വെക്കും, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യും. ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി പിടിക്കാം. അങ്ങനെ അത് കറിയാക്കി. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ടൊരു ടൊമാറ്റോ കൊണ്ടിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് അടുപ്പ് ഓഫ് ചെയ്ത് ഈ പ്രാവശ്യം ഞാനത് അരക്കല്ല് അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ അതിന് ടേസ്റ്റ് കൂടും. അതുകൊണ്ടത് നന്നായിട്ട് അരക്കല്ല് അരച്ചെടുത്ത്. എനിക്ക് ശരിക്കും അരക്കല്ല് അരച്ച് വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ ഞാൻ അരച്ച്. അങ്ങനെ ആ കൂട്ടെടുത്തിട്ട് ആ അരച്ച പേസ്റ്റ് എടുത്ത് നമ്മുടെ ചട്ടിയിലോട്ടിടുക. ശരിക്കും അരക്കല്ല് അരയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അങ്ങോട്ട് ചട്ടിയിലോട്ട് നമ്മുടെ അരച്ച പേസ്റ്റ് ചേർത്ത് കുറച്ച് ചൂട് വെള്ളം കൂടെ ഇട്ട് ഗ്രേവി ആക്കുക. എന്നിട്ട് കുറച്ച് പുളിയും കൂടെ ചേർക്കുക. എന്നിട്ടത് തിളച്ച് വരുമ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച നത്തോലി, മഞ്ഞളും ഉപ്പും മുളക് പൊടി ഇട്ട് വെച്ച് നത്തോലി അതും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി വെക്കുക. ഇച്ചിരി ഉപ്പും കൂടെ ഇടുക. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ നത്തോലി കറി റെഡി. സൂപ്പറാണ് കേട്ടോ.